നമസ്കാരം. ന്യൂസ് മലയാളം ക്രോസ് ഫെയറിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്കൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ, CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ പിണറായി വിജയനാണുള്ളത്. സ്വാഗതം CM. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ പ്രധാനമായും ഈ 2016 ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അതെല്ലാം പലതരത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ആളുകളോട് അവരോട് സമീപിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ റോഡായി, കറണ്ടായി, പാലമായി, ഇനിയിപ്പോൾ എന്തിന് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായും ആ മട്ടിലുള്ള ഒരു ചർച്ചയുണ്ടാകും. അതിനൊതുക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം മറ്റൊരു തരത്തിൽ വളർന്നു വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനെന്ത് മറുപടി പറയാം? 2016 കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതെല്ലാം മാതൃകാപരമായി തന്നെ വികസിച്ചൊരു നാടായിരുന്നു കേരളം. പക്ഷേ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ മേഖലയൊക്കെ തകർന്നു കിടക്കുന്നതായിരുന്നു 2016. പൊതുവിദ്യാഭ്യാസ മേഖലയാകെ തകർന്നു പോകുമെന്ന് എല്ലാവരും കണക്കാക്കി. ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. 5 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വല്ലാത്ത ഉത്കണ്ഠയായിരുന്നു. കാരണം പാഠപുസ്തകം പോലും കിട്ടില്ല. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകർ പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നൊരു ചിന്തയെ. അവിടെയാണ് മാറ്റം വന്നത്. ആ മാറ്റം കേവലമായ ഒരു മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി മാത്രം ഉണ്ടായതല്ല. നമ്മുടെ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാവൂ. അതുകൊണ്ടാണ് 5000 കോടി രൂപ ചെലവിട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായി. ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ 1-ാം സ്ഥാനത്തെത്തുക. തുടർച്ചയായി ആ സ്ഥാനം നമ്മൾ നേടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അക്കാദമിക് മികവ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുക. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ LDF അല്ലാതെ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിഭാഗം പേര്. LDFന് മാത്രമേ ഇത് നിലനിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരാണ്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് 2021 കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത്. ആ തുടർഭരണം ഒരു തരത്തിലും ജനങ്ങളെ നിരാശരാക്കിയിട്ടില്ല. ശരിയായ രീതിയിൽ യാത്ര ചെയ്യേണ്ട വഴിക്ക് തന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി എന്നതാണ് ജനങ്ങളുടെ അനുഭവം. ഈ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗം ആദ്യത്തെ 100-ൽ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനവും ഉണ്ടായിരുന്നില്ല രാജ്യത്ത്. എന്നാൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൂടാ എന്നൊരു ചർച്ച അന്നത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായി നടത്തി. അതിഭയങ്കര മാറ്റം സംഭവിച്ചു. 2021 തുടർഭരണം കിട്ടിയപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നേരത്തെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ഒരു നല്ല രീതിയിൽ വളർന്നു പോകുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വലിയ തോതിൽ ശാക്തീകരിക്കാൻ തീരുമാനിച്ചു. 6000 കോടിയിൽ പരം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ദേശീയ തലത്തിൽ ആദ്യത്തെ നമ്പറുകൾ എടുത്താൽ അതിൽ 2-3 യൂണിവേഴ്സിറ്റികൾ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ്. 100 കോളേജ് എടുത്താൽ
18 കോളേജ് കേരളത്തിലുണ്ട്. ആദ്യത്തെ 100. നല്ല മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുക. ഇത് കേരളത്തിലെ യുവാക്കളെ കണ്ടുകൊണ്ട് സ്വീകരിച്ച നടപടിയാണ്. അതിനനുസരിച്ചുള്ള കോഴ്സുകൾ, അതിനനുസരിച്ചുള്ള പുതിയ സെൻറ്റർ ഓഫ് എക്സലൻസുകൾ, 13 സെൻറ്റർ ഓഫ് എക്സലൻസുകളാണ് സ്ഥാപിക്കാൻ നിശ്ചയിക്കുന്നത്. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മികവിൻ്റെ കേന്ദ്രങ്ങളിൽ ഇതെല്ലാം നമ്മുടെ യുവതയ്ക്ക് വലിയ തോതിലുള്ള അവസരമാണ് എടുക്കുന്നത്. ലോകത്തെ ഏത് വികസിത രാഷ്ട്രത്തോടും അവിടെ നിന്ന് വരുന്ന യുവാക്കളോടും കിടപിടിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കളെ ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. ഇതൊക്കെ LDF ആയതുകൊണ്ടാണ് നടക്കുന്നത് എന്ന പൊതുബോധ്യമാണ് ജനങ്ങൾക്കുള്ളത്. തീർച്ചയായും. അപ്പോൾ സീമ, ഇങ്ങനെയുള്ള ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ച, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വികസന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഭാഗത്ത് സർക്കാർ ഇങ്ങനെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇടതുമുന്നണി അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ മറുഭാഗത്ത് മറ്റു പല വിഷയങ്ങൾ വേറൊരു തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി മുന്നോട്ട് വയ്ക്കുന്നത്, ഇപ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്നതാവട്ടെ, BJP മുന്നോട്ട് വയ്ക്കുന്നതാവട്ടെ, NDA മുന്നോട്ട് വയ്ക്കുന്നതാവട്ടെ, അത് ഈ വികസന വിഷയങ്ങളല്ല. അതിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, സംസ്ഥാനത്ത് വൈകാരികമായി സ്വാഭാവികമായും ചർച്ചയാവുന്ന ചില വിഷയങ്ങൾ. ഇപ്പോൾ ഒന്ന് ശബരിമല, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിലേക്ക് വരുന്നു. പക്ഷേ ഇതിലെല്ലാം ഇതിനൊക്കെ ഒരു ട്രിഗറായി മാറിയത്, ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറയാവുന്നത് ആഗോള അയ്യപ്പ സംഗമമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് അത്തരത്തിലൊന്ന് ആസൂത്രണം ചെയ്തത് ഒരു തെറ്റായ എക്സർസൈസായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രത്യേകമായ പദ്ധതിയായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആരാധനാലയമാണ് ശബരിമല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം അവർ നടത്താൻ തയ്യാറായി. അതിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. ആ സ്വീകാര്യത നമ്മൾ കുറച്ച് കണ്ടതില്ല. എന്തിനേയും രാഷ്ട്രീയമായി വക്രീകരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതേസമയം നമ്മുടെ ഒരു കൂട്ടർ അതിൻ്റെ ബദൽ സമാന്തര അയ്യപ്പ സംഗമം നടത്താനും തയ്യാറായി. അതെല്ലാം പൊളിഞ്ഞ് പാളീസായ നിലയാണല്ലോ ഉണ്ടായത്. നല്ല സ്വീകാര്യതയാണല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായത്. അത് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിന് ഒരു തരത്തിലുള്ള സ്വീകാര്യതയും ലഭിച്ചില്ല. ആരും അതിനോടൊപ്പം ചേരുന്ന നിലയുണ്ടായില്ല. വിശ്വാസി സമൂഹം അവരൊന്നും ഇതിൻ്റെ ഭാഗമായില്ല. പിന്നെ LDFനെതിരെ ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്താൻ പറ്റും എന്നത് സ്വാഭാവികമായി ഇവർ ആലോചിക്കും. നമ്മുടെ പ്രതിപക്ഷം അത് സ്ഥിരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ 2021 പ്രചരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. 2021 കേരളമാകെ LDF വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിത്രമാണല്ലോ ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണല്ലോ ഞങ്ങൾക്ക് 99 സീറ്റ് ജനങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പോൾ അന്ന് ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങളാണല്ലോ അഴിച്ചുവിട്ടിരുന്നത്. LDFും LDF സർക്കാരും എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാകുന്നവരാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനാണല്ലോ ശ്രമിച്ചത്. എല്ലാ തരത്തിലും അതിന് വൻ പ്രചാര വില കൊടുത്തല്ലോ. എത്ര പരിഹാസ്യമായ നിലയായിരുന്നു എന്നോ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ബിരിയാണി ചെമ്പോ അതിനകത്ത് സ്വർണം വന്ന കാര്യമോ ഒക്കെയല്ലേ പ്രചരിപ്പിച്ചിരുന്നത്. അതിൻ്റെ പിന്നാലെ അതിന് വിശ്വാസ്യത പകർന്നുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളും വട്ടമിട്ട് പറന്നല്ലോ. ഇതൊക്കെ LDFനെ പൂർണ്ണമായി തകർക്കാനാകും
എന്ന ധാരണയിൽ ചെയ്ത കാര്യമാണല്ലോ. പക്ഷേ ജനങ്ങൾ അതാണോ മുഖവിലക്കെടുത്തത്? ഞങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ച് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. ജനങ്ങൾ അന്തിമവിധി പ്രഖ്യാപിക്കട്ടെ എന്നാണ് അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്നും നടത്തുന്ന ഈ പ്രചാരവേലക്കെല്ലാം അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2021 വിജയത്തിന് ശേഷം ഇങ്ങോട്ട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഇതിനിടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അവിടെയൊക്കെ ഇടതുമുന്നണിക്കൊരു പരാജയമായിരുന്നു. അപ്പോൾ അതും ഈ മട്ടിലുള്ള വിലയിരുത്തലായി തന്നെ വേണ്ടേ കണക്കാക്കാൻ? ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് LDFന്റെ സ്ഥിരമായ വിജയിച്ചു വരുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ LDF പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ചിലയിടത്ത് വന്നു, അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പരാജയമല്ലേ? എല്ലാ സീറ്റും ഞങ്ങൾ ജയിക്കുന്നതല്ലോ കേരളം. ഞങ്ങൾക്കെതിരായിട്ടുള്ള കുറേ സീറ്റുകളില്ലേ? ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുന്ന കുറേ ആളുകളില്ലേ? അവിടെ UDF ജയിച്ചു എന്നുള്ളത് കൊണ്ട് LDFന് ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച സംഭവിക്കുമോ? LDF അന്നും കരുത്തിലാണ്, ഇന്നും കരുത്തിലാണ്. നാളെയും ജനങ്ങൾ ഞങ്ങളെ കൈവടിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് അസ്വാഭാവികമായ ഒരു തിരിച്ചടി എന്ന മട്ടിലാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത്. കാരണം അത്രയധികം ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ അപ്പുറത്ത് മറ്റൊരു സാഹചര്യം നോക്കിയാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ട് ബേസിലേക്ക് കടന്നു കയറുന്ന തരത്തിൽ NDAക്ക് BJPക്ക് തന്നെ ചിലയിടങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലുണ്ടായി. അപ്പോൾ അത്തരം സൂക്ഷ്മമായ വിഷയങ്ങൾ ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്രതിഫലിക്കും? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളുമുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് ജനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കൂട്ടരുടെ ഒരു കുത്തകാവകാശമായി നിൽക്കുന്നവരല്ല. അവർ അതത് ഘട്ടത്തിലെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. അങ്ങനെ പരിശോധിച്ചാൽ ദേശീയ തലത്തിലുള്ള ചില പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ നല്ലതുപോലെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. വിശദമായി ആ കാര്യങ്ങൾ പരിശോധിക്കുന്ന നിലയാണുണ്ടാകുക. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകൾ അവിടെ വോട്ടർമാർ സ്വീകരിച്ചു എന്ന് വരും. അതൊന്നുമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ. എല്ലാ തെരഞ്ഞെടുപ്പിലും അവരവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമാണുള്ളത്. നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ LDFനെ പിന്താങ്ങുമെന്ന്. റൈറ്റ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ മുമ്പ് സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചുവെന്ന്. ആത്യന്തികമായി ഈ കാര്യത്തിൽ CPIMൻ്റെയും സർക്കാരിൻ്റെയും വ്യത്യസ്തമായ സമീപനമാണോ? ആ കാര്യത്തിൽ എന്താണ് ശരിക്കും ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട്? ഇപ്പം ഞങ്ങൾ സ്വീകരിച്ച നിലപാട് നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തന്നെയാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ 2006 LDF സർക്കാർ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച ഈ രംഗത്തെ വിദഗ്ധരും പണ്ഡിതരുമായി നടത്തണം. അതോടൊപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും ചർച്ച ചെയ്യണം. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതേ കാര്യമാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതാണ് അത് സംബന്ധിച്ച് കാണേണ്ടത്. ഇത് തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നതാണ്. എന്താണോ സുപ്രീം കോടതി ചോദിച്ച വിഷയം, ആ ചോദിച്ച വിഷയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പുതിയ സാഹചര്യത്തിൽ CPIM നേതാക്കൾ അടക്കം ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ആണ് ഈ സംശയങ്ങളും ഈ കൺഫ്യൂഷനും ഈ ചർച്ചയെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വാസികൾ എന്ന് പറയുന്നവർ യഥാർത്ഥ വിശ്വാസികളായിട്ട് നാട്ടിൽ പ്രവർത്തിക്കുന്നവരെ നമ്മളെപ്പോഴും പ്രത്യേക തരത്തിൽ തന്നെ കാണണം, നല്ല രീതിയിൽ കാണണം. എന്നാൽ വിശ്വാസത്തിൻ്റെ മറവിൽ തെറ്റായ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഇപ്പോൾ വർഗീയ ശക്തികൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്
വിശ്വാസികളെയാണ്. എന്നാൽ കാണേണ്ട ഒരു വസ്തുത, ഒരു വർഗീയത എപ്പോഴും അപരമത വിദ്വേഷമാണ് ഉയർത്തുന്നത്. അവിടെ ആരെയാണ് ശത്രുക്കളായിട്ട് കാണുന്നത്? മറ്റൊരു കൂട്ടം വിശ്വാസികളെയാണ്. ഇവർ വിശ്വാസികളാണെങ്കിൽ മറ്റൊരു കൂട്ടം വിശ്വാസികളെ ശത്രുക്കളായിട്ട് കാണുമോ? വിശ്വാസികളുടെ സങ്കല്പം അനുസരിച്ച് എല്ലാവരും ഒരേ സഹോദരങ്ങളായിട്ട് കാണണ്ടേ? അതല്ലേ യഥാർത്ഥ വിശ്വാസം. പക്ഷേ അങ്ങനെ കാണുന്നില്ല. അവിടെ വർഗീയതയുടെ ഭാഗമായി നിലപാടുകൾ എടുക്കുകയാണ്. വർഗീയതയുടെ ഭാഗമായി നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? ഞങ്ങൾ വിശ്വാസികളല്ല എന്നുള്ളത് കൊണ്ട് എന്നാൽ വിശ്വാസമെല്ലാം തകർന്നു പോട്ടെ എന്ന നിലപാടാണോ? ഇവിടെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, അതിനുവേണ്ടി ഞങ്ങൾ പടവരുതിയില്ലേ? ആ വർഗീയതയെ എതിർക്കാൻ തയ്യാറായില്ലേ? അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ കൊല ചെയ്യപ്പെട്ടില്ലേ? മാരകമായി പരിക്കേൽക്കേണ്ടി വന്നില്ലേ? എന്തെല്ലാം സംഭവങ്ങളുണ്ടായി? ഈ കേരളത്തിൻ്റെ അനുഭവമെടുത്താൽ വർഗീയതയ്ക്കെതിരെ ഇത്രമാത്രം ഉറച്ച നിലപാടെടുത്ത കൂട്ടരെ കാണാൻ കഴിയുമോ? രാജ്യത്ത് ഇടതുപക്ഷമല്ലേ വർഗീയതയ്ക്കെതിരെ എല്ലാ ഘട്ടത്തിലും ഉറച്ച നിലപാടെടുക്കുന്നത്? ഇവിടെയും ഇടതുപക്ഷമല്ലേ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നത്? ഇതിൻ്റെ ഭാഗമായി വിശ്വാസികളെ സംരക്ഷിക്കുന്ന നിലപാട് കൂടിയാണല്ലോ വരുന്നത്. വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുമ്പോൾ വിശ്വാസികൾക്കെതിരായ നിലപാടല്ല. വിശ്വാസികൾ വർഗീയ ശക്തികളാണെന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ വിശ്വാസികളാണോ വിശ്വാസികളല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഓരോ വിശ്വാസവും അനുസരിച്ച് ജീവിക്കുന്നതിനും അവർക്ക് സംരക്ഷണം നൽകുന്നതിനും ഞങ്ങളുടെ ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ എന്നതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അനുഭവം. റൈറ്റ്. അതൊരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ മട്ടിൽ തന്നെ വിലയിരുത്തി പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയിരുന്ന CM ഇത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായാൽ അതിനോട് വിട്ടുവീഴ്ചയില്ലാതെ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും രൂക്ഷമായ വാക്കുകളും പ്രയോഗങ്ങളും തന്നെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ CM വേറൊരു തരത്തിൽ ഈ കാലത്തിനനുസരിച്ച് വഴങ്ങുന്നതാണോ അതോ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടതുണ്ട് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണോ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുന്ന, വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമുദായിക നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഒരു ആരോപണമായി വരുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മട്ടിലാണ് വിമർശനം ഉണ്ടാകുന്നത്. സഭാ നേതൃത്വങ്ങളിൽ തന്നെ ചില ബിഷപ്പുമാരൊക്കെ രൂക്ഷമായ ഇത്തരം ഈ വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നവരെ ഒരു ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വിമർശനം ഉണ്ടാകുന്നു. അതിനെ കാണുന്നത് എങ്ങനെയാണ്? അതൊക്കെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അവരവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ചില പ്രചരണങ്ങൾ നടത്തും. ആ പ്രചരണങ്ങൾ നടത്തുന്നവർ സ്വീകരിക്കുന്ന നില എന്താണ്? അതാണ് നോക്കേണ്ടത്. ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഗീയ ശക്തിക്കെതിരെ ഞങ്ങളൊരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വർഗീയ സംഘർഷമില്ല, വർഗീയ കലാപമില്ല. ആ കലാപത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയാനില്ല. എന്തുകൊണ്ടാണത്? ഇവിടെ വർഗീയ ശക്തികളില്ലാതായോ? കേരളത്തിൽ വർഗീയ ശക്തികളുണ്ടല്ലോ. കേരളത്തിലെ വർഗീയ ശക്തികൾ ചിലർ അവകാശപ്പെടുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്നാണ്. അവർക്ക് തലപൊക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ തലപൊക്കിയിരുന്നില്ലേ കേരളത്തിൽ? ഈ 10 വർഷത്തിന് മുൻപുള്ള കേരളം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെല്ലാം ഘട്ടത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ കലാപം നടത്തിയിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, എത്ര ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്, എന്തെല്ലാം വസ്തുവകകൾ, വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ കേരളത്തിൽ നടന്നല്ലേ? എന്തേ ആ കേരളം ഈ 10 വർഷക്കാലം ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായി മാറിയത്? അവിടെയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ പ്രത്യേകത. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല, ഒരു വർഗീയതയെയും ചാരി നിൽക്കില്ല. ഏത് വർഗീയ പ്രശ്നവുമായി തലപൊക്കിയാലും കർക്കശമായ നിലപാടിൽ അവരെ നേരിടും. അതിപ്പോൾ CMൻ്റെ തന്നെ പഴയ കേരള തൊഗാഡിയ അല്ലെങ്കിൽ നികൃഷ്ടജീവി എന്നൊക്കെ മട്ടിലുള്ള കടുത്ത പ്രയോഗങ്ങൾ ഈ കാലത്ത് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് മിസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വിമർശനമാണോ അത്? അതെനിക്ക് പറയാൻ കഴിയില്ല.
ഏതായാലും ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. വർഗീയതക്കെതിരെ ഉറച്ച നിലപാടാണ്. വർഗീയ ശക്തികളോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അങ്കലാപ്പുണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി. ആ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറയാൻ ഒരു സംസ്ഥാനം മാത്രമല്ലേ ആദ്യം തയ്യാറായുള്ളൂ, അത് കേരളമല്ലേ. അപ്പോൾ പലരും ചോദിച്ചല്ലോ, രാജ്യത്താകെ നടപ്പാക്കുന്ന നിയമം നിങ്ങൾക്ക് തന്നെ നടപ്പാക്കാതിരിക്കാൻ പറ്റുക, അതായിരുന്നല്ലോ ചോദ്യം. അപ്പോൾ പൗരത്വ ഭേദഗതി നടപ്പാക്കില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾ നിന്നല്ലോ. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടുവന്നല്ലോ, വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നല്ലോ, കോടതിയിൽ കേസുമായിട്ട് പോയല്ലോ, എല്ലാം കേരളത്തിന് ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണത്? പൗരത്വത്തിന് മതാടിസ്ഥാനം പറ്റില്ല, മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം നിശ്ചയിക്കാൻ പറ്റില്ല. ആ നിലപാട് കൊണ്ടല്ലേ. ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഒരേ നിലപാടാണ്. ഒരു ഘട്ടത്തിലും വർഗീയതയെ താലോലിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. പക്ഷേ ഈ SIR-മായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഒരു വീഡിയോ, ഇതുപോലെ വീടുകളിൽ കയറി പ്രചാരണം നടത്തുമ്പോൾ കണ്ട ഒരു വീഡിയോയാണ്. അതിനകത്ത് CM കണ്ടോ എന്ന് എനിക്കറിയില്ല, പിണറായി വിജയനാണ് SIR നടത്തുന്നത് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതാണോ സാധാരണക്കാരുടെ ഇടയ്ക്ക് എത്തുക, അതോ അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്? അത് വസ്തുതയാണ്. ഒരു പ്രചരണം അങ്ങനെ നടന്നു എന്നുള്ളത് ശരിയാണ്. ആ പ്രചരണത്തിന് കാരണമുണ്ട്, അതാണ് നമ്മൾ കാണേണ്ടത്. ആ പ്രചരണത്തിനുള്ള കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നൊരു വിഭാഗമല്ല, ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷം എല്ലാ കാലത്തും ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. കാരണം അത് ഒരു ബാധ്യതയാണ്, ഒരു കടമയാണ്, ചുമതലയാണ്. എന്തുകൊണ്ട്? ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണ്. ആ നിലപാടാണ് ഞങ്ങൾ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ചില വർഗീയ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം വഹിച്ച പങ്ക്, അതിൽ ധീരമായ നിലപാട് തന്നെ ഇടതുപക്ഷം സ്വീകരിച്ചത്, ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തും സ്വീകരിച്ച നിലപാടുകൾ, ഇതെല്ലാം അവരുടെ അനുഭവത്തിലുണ്ടാവുകയാണ്. അപ്പോൾ അവർ മാറി ചിന്തിക്കുകയാണ് സ്വാഭാവികമായിട്ട്. എന്തിനാണ് ഞങ്ങൾ ഇവരെ എതിർക്കേണ്ട കാര്യം എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ക്രമാനുഗതമായ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഫലം എന്തായി? ഇടതുപക്ഷത്തോട് മറ്റു തരത്തിലുള്ള അസ്വീകാര്യതയില്ലാതായി, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിരോധം അങ്ങോട്ട് പോയി. ഇടതുപക്ഷത്തെ നല്ല രീതിയിൽ കാണാനും ഇടതുപക്ഷത്തെ സ്വീകരിക്കാനും തയ്യാറാകുന്ന നില വന്നു. ഇത് വലിയ തോതിൽ ആപത്തായി ഒരു കൂട്ടർ കണ്ടു. അവരാണ് ഈ പ്രചരണം അഴിച്ചു വിട്ടത്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷത്തിന് സ്വീകാര്യരാണ് എന്ന് കാണുന്ന ആളുകളെയും പ്രസ്ഥാനങ്ങളെയും വൻതോതിൽ ഇകഴ്ത്തി കാണിക്കാൻ്റെ ശ്രമം നടത്തി. SIR എന്താണെന്ന് കാര്യവിവരമുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ആരാണ് കൊണ്ടുവന്നത്. SIR-നെതിരെ നിലപാട് സ്വീകരിച്ചത്, ശക്തമായ നിലപാട് സ്വീകരിച്ച രാജ്യത്തെ ഇടതുപക്ഷമാണല്ലോ. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടവകാശം നിഷേധിക്കാനുള്ളൊരു പുറപ്പാട് എന്ന മട്ടിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷം തയ്യാറായല്ലോ. ഇവിടെ കേരളത്തിൽ ശക്തമായ നിലപാടല്ലേ എടുത്തത്. ഞങ്ങൾ അസംബ്ലിയിൽ പ്രമേയമടക്കം അംഗീകരിച്ചല്ലോ. എല്ലാം ശക്തമായ നിലപാടല്ലേ എടുത്തത്. പക്ഷേ ആ SIR ഈ LDF ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്, പിണറായി വിജയൻ കൊണ്ടുവന്നതാണ് എന്ന് ചില ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ആ ശ്രമം എത്ര കണ്ടാൽ നിലനിൽക്കുക? അത് യഥാർത്ഥ വസ്തുത ആളുകൾ അറിയുന്നത് വരെ, അതുവരെ അതിന് ആയുസുള്ളൂ. ഇപ്പോൾ ആളുകളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ LDF പ്രവർത്തകരും കൃത്യമായി ഈ കാര്യങ്ങൾ ആളുകളെ വസ്തുതകൾ ധരിപ്പിക്കുക എന്ന പ്രധാന രീതിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. റൈറ്റ്. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾ, തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങൾ അത് CPIM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇപ്പോൾ അത് ഒരു അനുപാതരഹിതമായാണ് ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ സംഘടനയാണ്, പക്ഷേ അതിനെ നിരന്തരം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അല്ല, ജമാഅത്തെ ഇസ്ലാമിയോ മറ്റേതെങ്കിലും പേരോ എന്നുള്ളതല്ല, ആര് വർഗീയ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ വർഗീയതയെ ആപത്തായി കാണേണ്ടതായിട്ടുണ്ട്. അതേ പ്രശ്നമുള്ളൂ. വർഗീയ ശക്തികളെ തുറന്നു കാണിക്കുക, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ ശരിയായ രീതിയിൽ നാട്ടുകാർ മനസ്സിലാക്കണം. അതിൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ സ്വീകരിച്ചത്.
പക്ഷെ അങ്ങനെ നേരിട്ട് ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വെറുതെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ സംസാരിക്കുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം. വേണമെങ്കിൽ അത്തരം വിമർശനങ്ങൾ മുസ്ലിം വിമർശനമാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ പെട്ടെന്നൊരു പിന്മാറ്റം? അത് ഈ വർഗീയ ശക്തികളുടെ ഒരു വാദമാണത്. ആ വാദം അംഗീകരിച്ചാൽ പിന്നെ വർഗീയതക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികളെയും വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കരുത്തുറ്റ വർഗീയത RSSൻ്റെതാണല്ലോ. RSSനെ ഞങ്ങൾ വിമർശിക്കുന്നില്ലേ? RSSനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുവിനെതിരെയുള്ള വിമർശനമാണെന്ന് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? ഹിന്ദുക്കൾക്കെതിരെയുള്ള ഹിന്ദു വിശ്വാസത്തിനെതിരെയുള്ള പ്രചരണമാണ് എന്ന് കണക്കാക്കുന്നുണ്ടോ? വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുകയാണ്. ആ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ മുസ്ലിമിനെ എതിർക്കുന്ന നിലയല്ല. മുസ്ലിമിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി എക്കാലവും നിലകൊണ്ട പ്രസ്ഥാനമില്ലേ ഞങ്ങളുടെ പ്രസ്ഥാനം. ഇടതുപക്ഷം പൊതുവിൽ ആ നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതേതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന ധാരണയും ഞങ്ങൾക്കില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെല്ലാം മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഈ രണ്ട് വിഭാഗത്തിനുമിടയിൽ വളരെ ചെറിയൊരു വിഭാഗമാണ് വർഗീയ ശക്തികൾ എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ആസൂത്രിതമായ ശ്രമം നേരത്തെ CM തന്നെ പറഞ്ഞു, അതായത് എല്ലാ അർത്ഥത്തിലും വിഭജിക്കാൻ വേണ്ട ശ്രമം വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട് എന്ന്. ഇപ്പോൾ CPIMൻ്റെ വോട്ട് ബേസിൽ ചോർച്ചയുണ്ടായി എന്ന വിലയിരുത്തൽ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 2015 രൂപീകരിക്കപ്പെടുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ഈഴവ വോട്ട് ബേസ് പതുക്കെ BJPയോട് ഒപ്പം ചേരുന്നതിലും വലിയ തെറ്റില്ല, അവർക്ക് വോട്ട് ചെയ്യുന്നതിലും വലിയ തെറ്റില്ല എന്ന മട്ടിൽ പരിവർത്തിക്കപ്പെടുന്നു. അതിന് ആസൂത്രിതമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരു വർഗീയ പ്രചാരണം അവർക്കിടയിലുണ്ടാകുന്നു. ആത്യന്തികമായി ഇത് എവിടെ നിന്നാണ് ഉണ്ടായത്? അത് പാർട്ടി അല്ലെങ്കിൽ ആ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടായത് എന്നത് പൊതുവെ ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നും നേരത്തെ കാലേകൂട്ടി ഉണ്ടായില്ല എന്നുള്ളതല്ലേ വാസ്തവം? അത് ശരിയല്ല. ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു നീക്കം പ്രത്യക്ഷത്തിൽ വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് പാർട്ടിയും ഇടതുപക്ഷവും സ്വീകരിച്ചിരുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കാറില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായി പ്രവർത്തനം നടത്തുമ്പോൾ അവർ നടത്തുന്ന എല്ലാ കാര്യങ്ങളെയും അതീവ ഗൗരവമായി കണ്ടുകൊണ്ടു പോകുന്നൊരു നിലയാണ് എല്ലാവരും പൊതുവെ സ്വീകരിക്കാറുള്ളത്. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ പറയുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ പക്ഷേ ആ മട്ടിൽ ഒരു ഘട്ടത്തിലും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ഘട്ടത്തിലും ഒരു നേരിട്ടുള്ള വിമർശനം CM ആയതിനു ശേഷം ആ മട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അത് ചിലർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ നാക്കിലൂടെ വരണമെന്ന് പറഞ്ഞാൽ വരില്ലല്ലോ. ഞാൻ പറയേണ്ടത് ഞാൻ തന്നെ പറയല്ലോ. അത് ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു പാർട്ടിക്ക് പോലും എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ? ഒരു ഡാമേജും അത് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കോടതി വിധിയോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമായിട്ട് വരാനിരിക്കുകയാണ്. ഒരു അപ്പീലും മറ്റും കിടക്കുന്ന നിലയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് SNDPയുടെ ഭാഗമായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഓരോ കാര്യത്തിലും ഞങ്ങൾ ഇടപെട്ട് പ്രതികരിക്കാറില്ല. പല സാമുദായിക സംഘടനകളും അങ്ങനെ പ്രതികരിക്കാറുണ്ട്. അവരൊന്നും വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്നവരല്ല. അവരെ വർഗീയമായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? തങ്ങൾക്ക് അനുകൂലമല്ല എന്നൊരു അന്തരീക്ഷം വരുമ്പോൾ അവരെ വർഗീയമായി ചിത്രീകരിക്കാൻ നോക്കുന്നതാണ്. SNDP ഒരു വർഗീയ സംഘടനയാണ്. SNDPയെ വർഗീയ സംഘടനയായിട്ട് കാണാൻ പറ്റുമോ? SNDPയെ തെറ്റായ രീതിയിൽ നയിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അത്തരം ഘട്ടങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ SNDP എന്നത് നമ്മുടെ നാടിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിച്ചൊരു പ്രസ്ഥാനമാണ്. അത് ആ നിലയ്ക്കേ കാണാൻ പറ്റും. അത് ശ്രീനാരായണ ഗുരുവായാലും NSSൻ്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനായാലും എല്ലാം നല്ല രീതിയിൽ നവോത്ഥാന നായകരായിട്ട് പ്രവർത്തിച്ചു വന്നവരാണ്. അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവരെ എല്ലാം ആദരിക്കുക, അവർ സ്ഥാപിച്ച സംഘടനകളെ ആ നിലക്ക് കാണുക, അത് വളരെ പ്രധാനമാണ്.
കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ഇപ്പോൾ സമുദായ നേതൃത്വങ്ങൾ എപ്പോഴും സി എമ്മിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്നു, സർക്കാരിന് ഇടത് മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതങ്ങനെ തന്നെ കാണുന്നു. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി നോക്കിക്കഴിഞ്ഞാൽ ആ നിലയ്ക്ക് തന്നെയാണ് അനുകൂലമായ ഒരു സമീപനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉണ്ടാവുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള സമയത്തൊക്കെ നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം അതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റേത് അങ്ങനെയാണ്. സമസ്ത നോക്കിയാൽ ആ സ്വഭാവത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു. ഇപ്പോൾ സഭാ നേതൃത്വത്തെ നോക്കിക്കഴിഞ്ഞാൽ പല നടപടികളും സർക്കാരിൻ്റെ നടപടികളെ അനുകൂലിച്ച് സംസാരിക്കുന്നു. ഈ സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും വോട്ടിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൻ്റേതായ രീതിശാസ്ത്രം അനുസരിച്ച് വോട്ട് ചെയ്യലാണ്. ജനങ്ങൾ ആരുടെയും പോക്കറ്റിലല്ലാതെ നമ്മൾ കണക്കാക്കണം. അവർ സ്വതന്ത്രമായി കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ്, അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടും ഒന്നിച്ച് നടന്ന ഘട്ടങ്ങളുണ്ട്. ഒരേ ബൂത്തിൽ 2 തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. വലിയ വ്യത്യാസം വോട്ടിൽ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. ഒരേ വോട്ടറാണ് ഒരേ സമയത്ത് പോയിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുണ്ട്. അതാ നിലയ്ക്കേ കാണേണ്ടതുണ്ട്. റൈറ്റ്. മറ്റൊന്ന്, ഇപ്പോൾ സുകുമാരൻ നായരുടെ ഈ സമീപനത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്നുള്ളത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം നടപ്പാക്കുന്നതിൽ വളരെ വേഗത്തിലുള്ള ഒരു നിലപാട് ഈ സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് വ്യാപകമായി മറ്റൊരു തരത്തിൽ വിമർശിക്കപ്പെട്ടു. ഇപ്പോൾ സവർണ സംവരണം എന്ന നിലയ്ക്ക് തന്നെ അതിനെ പ്രയോഗിക്കുകയും അതിനെ ആ നിലയ്ക്ക് വിലയിരുത്തുകയും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് പിന്നോക്കക്കാരിൽ അത് വലിയൊരു പ്രശ്നമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു അനീതി ഉണ്ടായി എന്ന തരത്തിലുള്ള ആ ചർച്ചയെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യും? ഇത്തരം ചർച്ചകൾ ശരിയായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ ചില വിഭാഗങ്ങൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഞങ്ങളെ ഷർട്ടിൽ പൊടിയാവുമെന്ന് ഭയപ്പെട്ടിട്ട് പിന്മാറുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. ആവശ്യമാണോ, നാടിന് ആവശ്യമാണോ, ന്യായമാണോ, ഇത് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ദേവസ്വം ബോർഡിൽ തന്നെ ആദ്യം വേണ്ടിയിരുന്നോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം അവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള ആശങ്കയും ഞങ്ങളെ ബാധിക്കാറില്ല. കൃത്യമായി കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന രീതി. ദേവസ്വം ബോർഡിലാണ് ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡിൽ നിർവഹിച്ചത്. പക്ഷേ അവിടെ ഇപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു അനുപാതത്തിലെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ. അത് വിലയിരുത്തിയില്ലേ? അത് ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയാണല്ലോ സംവരണം തന്നെ നിലനിൽക്കുന്നത്. ആ സംവരണം നിലനിൽക്കുകയാണല്ലോ നാട്ടിൽ. സംവരണം നിലനിൽക്കുമ്പോൾ നമ്മുടെ മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് സംവരണം വേണോ എന്നൊരു പ്രശ്നം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിശക്തമായി മുന്നോക്ക വിഭാഗത്തിൽ സംവരണം വേണമെന്ന അഭിപ്രായം പറഞ്ഞവരാണ്. ആ പ്രശ്നം തന്നെ ഗൗരവമായിട്ട് ഉയർത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അതേ വിഷയമാണ് അവതരിപ്പിച്ചിരുന്നത്. ഞങ്ങൾക്ക് ആ നിലപാടിൽ ഒരു ഘട്ടത്തിലും മാറ്റം ഉണ്ടായിട്ടില്ല. അത് മുന്നോക്കത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പോൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും തെറ്റായ പ്രചരണങ്ങൾ വന്ന് അത് ഞങ്ങളെ വോട്ടിനെ ബാധിക്കുമെന്ന് വെച്ച് ആ നിലപാടിൽ നിന്ന് മാറിപ്പോകുന്ന ശീലം ഞങ്ങൾക്കില്ല. ഈ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയിലേക്ക് വരാം. ജി സുധാകരനാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. ഇത്തരം ഒരു സാഹചര്യം ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്? ഒരു തരത്തിലും പ്രതീക്ഷിച്ചതല്ല. ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. ജി സുധാകരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവായിരുന്നല്ലോ. അദ്ദേഹം മറ്റൊരു കൂട്ടറുമായിട്ട് ആലോചിക്കാൻ പോകുന്ന ആരെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? ഞങ്ങളെല്ലാം സാധാരണ മനുഷ്യരെ വിശ്വസിക്കുന്നവരല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് നിലപാടുകളുണ്ട് എന്ന് ചിന്തിക്കാനാവില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത തീർത്തും വഞ്ചനാപരമായ നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത്. എന്താണ് വസ്തുത? ഒരു സഖാവ് എന്നത് പോട്ടെ, സാധാരണ മനുഷ്യന് ചേരാത്ത രീതിയിലുള്ള വഞ്ചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ വേണമെങ്കിൽ അത് CMനൊന്ന് സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹം തന്നെ പല ചർച്ചകളിലും പറഞ്ഞു കേട്ടു. അതൊക്കെ അങ്ങനെ പറയുന്നല്ലേ. ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം വരുമെന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല. പക്ഷേ വ്യതിയാനം വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ 3 തവണ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ആദ്യത്തെ തവണ ഫോൺ എൻഗേജ്ഡാണ്. പിന്നെ അത് കണ്ടില്ലായിരിക്കും എന്ന് വിചാരിച്ച് രണ്ടാമതും വിളിച്ചു. അപ്പോൾ എൻഗേജ്ഡ് അല്ല, ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ടില്ല. പിന്നെയും വിളിച്ചു, പിന്നെയും എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എടുക്കാതിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഒന്ന് കിട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമമായി. അതിൻ്റെ ഭാഗമായി
അവിടെയുള്ള ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സഖാക്കൾ സുധാകരനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല വിളിച്ചു എന്ന് പറഞ്ഞു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. അല്ല എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചു തരാമെന്ന് പറഞ്ഞു. വേണ്ട ഞാൻ വിളിച്ചോളാം, എനിക്കിപ്പോൾ വിളിച്ചു തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നർത്ഥം. ഞാൻ സംസാരിച്ചാൽ മാറുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ സംസാരിക്കാനേ അദ്ദേഹം തയ്യാറായിട്ടില്ല. തീരുമാനിച്ചിട്ടുള്ള ഒരു നീക്കമായിരുന്നു. തീർച്ചയായും കാലയെക്കുട്ടി തീരുമാനിച്ചുള്ള ഒരു നീക്കമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ആലപ്പുഴ ഈ കേരളത്തിൽ അതിശക്തമായ എന്താ പറയുക, വലിയ പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണ്. ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിൻ്റെ വീറ് അവരുടെ പല ഘട്ടങ്ങളിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ പ്രകടമാവുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരാശങ്കയില്ല, ഒരു തരത്തിലുള്ള പോറലും ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിന് ഏൽക്കുമെന്ന ഒരു ധാരണയും ഞങ്ങൾക്കില്ല. പക്ഷേ ഇപ്പോൾ ജി സുധാകരനിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് അസ്വാഭാവികമായ ഒരു സംഗതിയല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ണൂരിൽ പി കെ ഗോവിന്ദൻ്റെ കാര്യത്തിൽ ഇന്നലെ സമാനമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നു. അപ്പുറത്ത് പി കെ ശശിയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നു. ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന CPI MLA ആയിരുന്ന CC മുകുന്ദൻ അപ്പുറത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പഴയ CPIM-ൻ്റെ MLA S രാജേന്ദ്രൻ NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഇങ്ങനെ കുറേ ആളുകൾ, ഇത് ഐഷ പോറ്റി മുൻ MLA UDFൻ്റെ കാൻഡിഡേറ്റായി വരുന്നു. ഇതൊരു സ്വാഭാവികമായ സാഹചര്യമാണ്. ഇങ്ങനെ മുമ്പ് ഇടതുമുന്നണിയിൽ സംഭവിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഒരു പുതിയ രീതിയാണ്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ ആളുകളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എല്ലാറ്റിൻ്റെയും പിന്നിൽ എന്താണ്? എനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്ന വികാരമാണ്. അതിൽ ഒരാൾ പറഞ്ഞ കാര്യം, ഈ ഞാൻ ഇത്ര വർഷമായി ഒരാളും എൻ്റെ പേര് പറഞ്ഞില്ല, ഇത് സ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോൾ. അപ്പോൾ അവരവർക്ക് തോന്നുകയാണ് ഞാനാണ് സ്ഥാനാർത്ഥിയാവേണ്ടത്. പക്ഷേ മറ്റാളുകൾക്കൊന്നും അത് തോന്നുന്നില്ല. അതിന് ഇതേവരെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ തള്ളിപ്പറയേണ്ട കാര്യമുണ്ടോ? അത് ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് കാണേണ്ടത് നമ്മൾ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതുകൊണ്ടൊന്നും സാധാരണഗതിയിൽ പ്രസ്ഥാനത്തിനോ LDFനോ ഒരു തരത്തിലുള്ള ഊനവും തട്ടില്ല. ഇപ്പോൾ മുകുന്ദൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്തൊരു അവസരവാദിയാണ് അയാൾ. നോക്ക്, ആദ്യം കോൺഗ്രസിൻ്റെ കൂടെ പോകുന്നതാണ് പറഞ്ഞത്. എന്തോ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നപ്പോൾ നേരെ BJPയിലേക്ക് പോവുകയാണ്. ഇതൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യം മുമ്പുണ്ടാകുമ്പോൾ അവരെ കുലംകുത്തി എന്നാണ് പാർട്ടി വിശേഷിപ്പിക്കാറുള്ളത്. ഇവരെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടോ? അല്ല, അതൊക്കെ പിന്നെ ഓരോ കാര്യത്തിൽ ഓരോ നിലപാട് സ്വീകരിക്കേണ്ടതാണല്ലോ. ഇവർ ഏറ്റവും വലിയ വർഗവഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. വർഗവഞ്ചകർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുക അല്ലേ? വർഗവഞ്ചനയാണല്ലോ ഏറ്റവും വലിയ കാണിച്ചത്. അതല്ലേ കാണേണ്ടത്. ഏറ്റവും വലിയൊരു പോരാട്ടത്തിൻ്റെ സമയത്ത് പാർട്ടിയെ തള്ളിപ്പറയുക, പാർട്ടിക്കെതിരായി വരിക, ശത്രുക്കളുടെ കയ്യിൽ ആയുധമായിട്ട് മാറുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതല്ലേ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഈ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂരിലെ പാർട്ടിയിൽ ഈ മട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ളതൊരു പരിഗണനാ വിഷയമായി അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായി കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിനപ്പുറത്ത് മറ്റൊരു തരത്തിൽ തന്നെയാണ് ഒരു സ്ത്രീയെ പരിഗണിക്കുമ്പോൾ ആ മട്ടിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ പരിഗണിക്കപ്പെടുമ്പോൾ അവിടെ അതിനേക്കാൾ മികച്ച ഒരാളില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണല്ലോ. അങ്ങനെ കൂടി ഉറപ്പാക്കിയിട്ടാണോ ആ തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും. തളിപ്പറമ്പ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ എടുത്താൽ ആ തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഖാവാണ് ശ്യാമള. അതിൻ്റെ ഭാഗമായി അവരുടെ കാര്യം ആലോചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന പ്രത്യേകത വെച്ചുകൊണ്ടല്ല. അവർ താഴെ തലത്തിൽ കല്യാണത്തിന് മുൻപ് തന്നെ DYFI പ്രവർത്തകയായിട്ട് തുടങ്ങിയതാണ്. ഒരു ഘട്ടത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടില്ല. വിവിധ തലങ്ങളിൽ അവർ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്.
എല്ലാ തരത്തിലും അവിടെയുള്ള പൊതു അംഗീകാരമുള്ള വനിതയാണ്. ഒരു വനിതാ സഖാവ് ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്ന് കണക്കാക്കി അവിടെ തന്നെയുള്ള സഖാവ് എന്ന നിലക്കാണ് ശ്യാമള ടീച്ചറെ നിശ്ചയിക്കുന്നത്. പക്ഷെ പി കെ ഗോവിന്ദൻ പറയുന്നത് അവിടെ വേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരെ ആരെയും പരിഗണിച്ചില്ല എന്നാണ്. അത് അങ്ങനൊരു കാര്യം അല്ല. ഇവർ ആ മണ്ഡലത്തിലെ സ്ത്രീ എന്ന നിലക്കെടുത്താൽ ഇവരെയാണ് ആദ്യമായിട്ട് പരിഗണിക്കുക. അതാണ് ഇപ്പോൾ ഈ വേറൊരു ചർച്ച, ഈ സർക്കാർ ഇങ്ങനെ തുടർഭരണം ഉണ്ടായാൽ അതൊരു കുഴപ്പമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം അങ്ങനെ തുടർഭരണത്തിലേക്കൊക്കെ പോയാൽ ബംഗാളിലേതുപോലുള്ള വലിയ തകർച്ചയിലേക്കാണ് അത് ചെന്നുപെടുക. അതുകൊണ്ട് ഇവരെ ഒന്ന് തോപ്പിച്ച് നന്നാക്കി കളയാം എന്നുള്ള ഒരു ചർച്ചയുണ്ട്. ഒന്ന് തോറ്റാൽ ഇതൊന്ന് നന്നായി കിട്ടും എന്നുള്ള മട്ടിലുള്ള ഒരു ചർച്ച, അത് ചില സാംസ്കാരിക നായകർ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വിലയിരുത്തലിനെ എങ്ങനെയാണ്? കാരണം അവർ ബംഗാളിനെ അപ്പുറത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടി ശക്തമാകേണ്ട കാര്യം എങ്ങനെയെന്നുള്ളത് പാർട്ടി തന്നെ ആലോചിക്കാറുണ്ട്. എല്ലാ ഘട്ടത്തിലും പാർട്ടിയെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി സംഘടിപ്പിക്കാറുണ്ട്. അത് പല അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാർട്ടി കൃത്യമായി ചെയ്തു വരുന്ന കാര്യമാണ്. അതിനിയും തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കേരളം ഇന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ. ആ സ്ഥാനം എങ്ങനെയാണ് കേരളത്തിൽ നേടാൻ കഴിഞ്ഞത്? ഈ 10 വർഷത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അവിടെയാണ് LDF സംസ്കാരം വേറിട്ട് നിൽക്കുന്നത്. LDF സംസ്കാരം വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയത്. ഇവിടെ നിൽക്കാനല്ല, ഇനിയും മുന്നോട്ട് പോകണം. അഴിമതി തീരെ ഇല്ലാത്തൊരു സംസ്ഥാനമായിട്ട് മാറണം. ഇതാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകണമെന്ന് തോന്നിയോ? എന്തേ കേരളത്തിന് തോന്നാൻ കാരണം? കേരളത്തിൽ LDF ആയതുകൊണ്ട്. LDFന് പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുണ്ട്. 16,006 കുടുംബങ്ങളാണല്ലോ ഈ അതിദരിദ്രരായിട്ടുണ്ടായിരുന്നത്. ആ അതിദരിദ്രരെ ഓരോ കുടുംബത്തെ എടുത്താണല്ലോ അവരുടെ ക്ലേശഘടകളിൽ നിന്ന് വിമുക്തമാക്കുന്നത്. അങ്ങനെ 16,006 കുടുംബത്തെയും മുക്തമാക്കിയതിന് ശേഷമാണല്ലോ അതിദാരിദ്ര്യമുക്തം എന്ന് കേരളത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത്. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് അതിദാരിദ്ര്യമുക്തമായിട്ട്? നമ്മുടേതുപോലൊരു രാജ്യത്ത് കേരളം എങ്ങനെ ഇത് നേടാനായി? അപ്പോൾ ഇതൊക്കെയാണ് LDF പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉത്തരം. കേരളം 2016 മുൻപ് ഒരു വ്യവസായ കാര്യത്തിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറുന്ന ആർക്കെങ്ങനെ കണക്കാക്കാൻ പറ്റും? നമ്മുടെ രാജ്യത്തെ ഒരു പട്ടിക എടുത്താൽ കേരളത്തിൻ്റെ പേര് എത്രയോ താഴെയായിരുന്നില്ല, 28. അതല്ലേ ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിയത്. അത് ഒറ്റച്ചാട്ടത്തിനല്ലല്ലോ. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് ചെയ്യേണ്ടത് എന്താണ്? നാടിനെ മുന്നോട്ട് നയിക്കാൻ എന്ത് ചെയ്യണം? ഇത് സാധ്യമല്ല എന്ന് വെച്ച് ഉപേക്ഷിക്കലാണ്. എങ്ങനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ പറ്റും? അത് ആലോചനയിൽ കടന്നു. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2021 ആകുമ്പോഴേക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി. അപ്പോഴേക്ക് 7 നിയമം, 10 ചട്ടം ഒക്കെ ഭേദഗതി ചെയ്തു. അതിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷേ കേരളം വികസനത്തിൽ ഒട്ടും മുന്നോട്ടല്ല എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് പോരാ കേരളം എന്നുള്ളതാണ്. അപ്പോൾ ഈ അവർ ഉന്നയിക്കുന്ന ആ ഒരു പ്രശ്നം, അപ്പോൾ നമ്മൾ മറ്റാരെയൊക്കെയോ മാതൃകയാക്കേണ്ടതുണ്ട് എന്ന മട്ടിലുള്ള ആ ഒരു പ്രചാരണം, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ എങ്ങനെ പ്രതിരോധിക്കും? കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്നൊരു പാർട്ടിയായിരുന്നല്ലോ BJP. LDF ആണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും കേരളത്തിൻ്റെ വികസനത്തിൽ പങ്കുവഹിക്കാൻ ഈ 10 വർഷവും BJPക്ക് കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്? കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇവിടെ കാര്യമായി സഹായിക്കാമല്ലോ. വഴിവിട്ടൊരു സഹായവും വേണ്ട, സാധാരണഗതിയിൽ സഹായിച്ചോ? നമ്മൾ ദുരന്തം നേരിട്ടല്ലോ. ദുരന്തം നേരിട്ട ഘട്ടത്തിൽ ആ ദുരന്തത്തെ സഹായിക്കാൻ തയ്യാറായോ? ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് 2018 നമുക്ക് നേരിടേണ്ടി വന്നത്. അന്ന് സഹായിച്ചോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമുണ്ടായി, സഹായിച്ചോ? നമ്മളെ സഹായിക്കാൻ 2018 മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്നാണ് മറുപടി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. അപ്പോൾ ഒരു തരം പകയോടെയല്ലേ സമീപിച്ചത്? ഇതൊരു ഭാഗം. അതോടൊപ്പം കേരളത്തിന് അവകാശപ്പെട്ട വായ്പയെടുക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചില്ലേ? കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതം വല്ലാതെ കുറക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ഇതൊക്കെ ഒരു
ശത്രുതാപരമായ സമീപനത്തിൻ്റെ ഭാഗമല്ലേ, ഇതില്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവർക്കെന്ത് അവകാശം കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയാൻ? കേരളം തകരട്ടെ എന്ന ബോധ്യത്തോടെ പ്രവർത്തിച്ചിട്ട് ആ തകർന്നില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുന്ന തരത്തിൽ കേരളം വികാസം പ്രാപിച്ചു വന്നു എന്നുള്ളതല്ലേ വസ്തുത. അതിൽ നൊമ്പരപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടി, നമ്മുടെ ഇപ്പോൾ ഹൈവേയുടെ ഉദ്ഘാടനം അത് CM അതിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു. യഥാർത്ഥത്തിൽ ഹൈവേയുടെ ഉദ്ഘാടനം നടക്കേണ്ട സമയമായിരുന്നു, അതിൻ്റെ പണി പൂർത്തിയായിരുന്നു. അപ്പോൾ അത് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് നടത്തിയ ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്കുള്ള വിമർശനം പ്രതിപക്ഷം തന്നെ, കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം നടത്തേണ്ട സമയമായിരുന്നു. ഒപ്പം അതിൽ ഈ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിന് എന്തായാലും ഒരു 10-11,000 കോടി രൂപയുടെ ബാധ്യത ഒരു തരത്തിൽ വന്നതാണല്ലോ. എല്ലാ കാര്യവും ഉദ്ഘാടനം ചെയ്തല്ലത്. ഉദ്ഘാടനം ചെയ്ത് തലപ്പാടി എന്ന് തുടങ്ങുന്ന ആ ഭാഗം, ആ റീച്ച്, പിന്നെ കോഴിക്കോടുള്ള ബൈപ്പാസ്, ഇതൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ നേരത്തെ ഞങ്ങൾ ഗഡ്കരിയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കുറേ അധികം റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് കണ്ടു. ജനുവരി മാസത്തിൽ തന്നെ, അത് ജനുവരിയിൽ തന്നെ ഗഡ്കരി വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അവരുടെ ധാരണ അനുസരിച്ച് അത് പ്രൈം മിനിസ്റ്ററായി തെറ്റൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നൊരു പദ്ധതി തന്നെയാണല്ലോ. അതിൽ സാധാരണ നിലക്ക് ആ പരിപാടി വെച്ചപ്പോൾ ആ ദിവസം എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നില്ല. ഞാനത് മറ്റ് വിവാദങ്ങൾ പിന്നെയാണ് ഉണ്ടാകുന്നത്. ഇവരാരൊക്കെയാണ് പരിപാടിയിൽ വെച്ചതെന്നും നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. പരിപാടിയുടെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ അറിയിച്ചു, ഞാൻ ഉണ്ടാവില്ല, എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, എനിക്ക് പ്രായോഗികമായി വിഷമമുണ്ടെന്ന് പറഞ്ഞു. പിന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയെ തന്നെ വിളിച്ചില്ല അതൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് വിവാദമായി മാറുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടായിരുന്നു. കാരണം ഇവിടെ കാര്യങ്ങൾ നാഷണൽ ഹൈവേക്ക് വേണ്ടി ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ മന്ത്രിയെ അതിന് വിളിക്കേണ്ടതായിരുന്നത് ശരിയായ നില തന്നെയാണ്. ആ വിളിക്കാതിരുന്നത് ശരിയായില്ല. അതാണ് അതിനകത്ത് ഉണ്ടായത്. ആ ഉദ്ഘാടനം നടത്തുന്നതിലൊരു തെറ്റുമില്ല. ആ റീച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാത്തത് എന്ന് പിന്നീട് അവരെ ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചോദിച്ചതുമാണ്. അതിലൊരു തെറ്റും അപാകതയില്ല. റൈറ്റ്. എന്തായാലും അവസാനിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി, ഇതിപ്പോൾ 2ാം ടേം വേണ്ടതില്ല എന്നുള്ളത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതായിരുന്നു, 3ാം ടൈമിലേക്ക് പോവേണ്ടതില്ല എന്ന്. പക്ഷേ അതിന് ചില മാറ്റം വരുത്തി പാർട്ടി, മറ്റൊരു തരത്തിൽ കുറേ ആളുകൾ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. 2ാം ടൈമിൽ മന്ത്രിയാവേണ്ടതില്ല എന്നുള്ള ചില തീരുമാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഒരു സർക്കാരിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ മുന്നണി മുന്നേറുമ്പോൾ, CM മുന്നേറുമ്പോൾ എന്തായി വീണ്ടും അതിൽ തീരുമാനങ്ങളിലും താല്പര്യങ്ങളിലും മാറ്റം വരുമോ? ആത്യന്തികമായി ഈ താല്പര്യങ്ങളെല്ലാം CMൻ്റെ താല്പര്യമാണ്, അത് പാർട്ടി നടപ്പാക്കുന്നു എന്നുള്ള മട്ടിലാണ് വിലയിരുത്തപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി അതത് ഘട്ടത്തിൽ ആലോചിക്കുക എന്നുള്ളതാണ്. മുൻകൂട്ടി കാര്യങ്ങൾ ആലോചിച്ച് വെച്ച് ഒരു നടപ്പാക്കുന്ന രീതിയല്ല. ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആലോചിക്കൂ. തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ നില വെച്ചുകൊണ്ട് തീരുമാനിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത്. നേരത്തെ അതാണ് ഉണ്ടായത്, ഇനിയും അതാണ് ഉണ്ടാകും. എന്തായാലും തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ പരാജയപ്പെട്ടാലുള്ള സാധ്യത എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഇതല്ലാത്തത് കൊണ്ടും നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ആവട്ടെ, ഞങ്ങൾക്ക് ജനങ്ങളിൽ എപ്പോഴും പ്രതീക്ഷയുണ്ട്. തീർച്ചയായും എല്ലാ വിജയപ്രതീക്ഷയും. വളരെ സന്തോഷം ന്യൂസ് മലയാളത്തോട് സഹകരിച്ചതിന്.